രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ബലാത്സംഗ കേസുകളിലെ വിവാദങ്ങൾ മുറുകുന്നു. മൂന്നാം പരാതിക്കാരിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയെന്ന പരാതിയിൽ രാഹുലിന്റെ അടുത്ത സുഹൃത്ത് ഫെനി നൈനാനെതിരെ പോലീസ് ഇന്നലെയാണ് കേസെടുത്തത്. പരാതിക്കാരിയുടെ സ്വകാര്യതയും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തിയെന്നാണ് ഫെനിക്കെതിരെയുള്ള കുറ്റം. തനിക്കെതിരെ കേസെടുത്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണവുമായി ഫെനി നൈനാൻ രംഗത്തെത്തി. താൻ നിയമം ലംഘിച്ചിട്ടില്ലെന്നും പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് കേസെന്നാണ് ഫെനിയുടെ ആരോപണം. ജാമ്യത്തിന് ശ്രമിക്കാതെ നെഞ്ചുവിരിച്ച് ഫെനി രംഗത്തെത്തുമ്പോൾ രാഹുലിനൊപ്പം എന്ന് ഉറപ്പിക്കുകയാണ് ഫെനി നൈനാൻ. തനിക്കെതിരെ കേസെടുത്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണവുമായി ഫെനി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. താൻ നിയമം ലംഘിച്ചിട്ടില്ലെന്നും ഫെനി പറയുന്നുണ്ട്. അദ്ദേഹം ചില ചോദ്യങ്ങളും ഇവിടെ ചോദിക്കുന്നുണ്ട്. പോസ്റ്റിൽ ഞാൻ അതിജീവിത ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് കുറ്റമാണെന്ന് എനിക്കറിയാം. ആദ്യ ദിവസങ്ങളിൽ പരാതിക്കാരുടെ ചാറ്റുകൾ പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ പോലീസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? രണ്ടാമത്തെ പരാതിയിൽ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചു നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന തന്നെ എന്തുകൊണ്ട് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല? 2024 ഏപ്രിലിൽ പീഡനം നടന്നുവെന്ന് പറയുന്ന പരാതിക്കാരി അതിന് മാസങ്ങൾക്ക് ശേഷം രാഹുലിന്റെ ഫ്ളാറ്റ് സുരക്ഷിതമാണെന്നും അങ്ങോട്ട് വരാമെന്നും ചാറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്നും ഫെനി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര കേസെടുത്താലും സത്യം കോടതിയിൽ തെളിയും. FIR ലഭിച്ചാലുടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഫെനി വ്യക്തമാക്കുകയും ചെയ്തു.